എറണാകുളം പെരുമ്പാവൂർ വേങ്ങൂർ പഞ്ചായത്തിലെ പാണിയേലി പ്രദേശത്ത് ജനങ്ങൾ കാട്ടാന ഭീതിയിലാണ് കഴിയുന്നത്. പകലായാലും രാത്രിയായാലും ആനശല്യം രൂക്ഷമാണ്. ആനയെ വെടിവെച്ച് പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇതിനായി മുഖ്യമന്ത്രിയുടെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുകയാണ് പ്രദേശവാസികൾ. പെരുമ്പാവൂർ വേങ്ങൂർ പഞ്ചായത്തിലെ പാണിയേലി കുർബാനപ്പാറ പ്രദേശത്ത് കഴിഞ്ഞ ഒരാഴ്ചയായി ഇതാണ് സ്ഥിതി. ദിനംപ്രതി കാടിറങ്ങുന്ന കാട്ടാനശല്യം കാരണം പൊറുതിമുട്ടിയിരിക്കുകയാണ് ഇവിടുത്തുകാർ. കഴിഞ്ഞ രാത്രിയിലാണ് പാറക്കാമല സ്വദേശി മോൻസിയുടെ വീട്ടിൽ ആനയെത്തിയത്. വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്ക് മറിച്ചിട്ട് നശിപ്പിച്ച ആന കോഴിക്കോടും തകർത്തു. ഇവിടെ ഇരുന്ന വണ്ടിയാണ്. അപ്പോൾ ആന വന്ന് വലിച്ച് ഇവിടെ വന്നിട്ട് തുമ്പിക്കൈ കൊണ്ട് വലിച്ച് മറിച്ച് നശിപ്പിച്ചേക്കാണ്. പിന്നെ കോഴിക്കോട് ഒരു 4 പ്രാവശ്യം ആന മറിച്ച് കളഞ്ഞിട്ട് ഞാൻ അത് നിവർത്തി വെച്ച് കോഴീനെ പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ കയറ്റി നിർത്തി. എന്ന് വരുമ്പോഴും ആന കോഴിക്കോട് മറിച്ച് കളയാം. വീടിന് ചുറ്റും നമുക്ക് ജീവന് ഭീഷണിയാവുന്ന വിധം ആന നമ്മളെ നോക്കി നമ്മൾ വാതിൽ തുറന്ന് ഈ ആനേനെ എവിടെയാണെന്ന് അറിയാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആന നമ്മുടെ അടുത്തേക്ക് ഓടി വരിക. അന്നന്നത്തെ അന്നം കണ്ടെത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ആനശല്യം കാരണം പുറത്തുപോലും ഇറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ്. കുട്ടികളുടെ സ്കൂൾ പഠനവും മുടങ്ങുന്ന സ്ഥിതി ഇവിടെയുണ്ട്. പകല് എവിടെയെങ്കിലും മാറി നിൽക്കും. സന്ധ്യയായി ഒരു 5 മണി ആകുമ്പോഴത്തേക്ക് ആന പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾക്ക് പുറത്തിറങ്ങാനോ എടുക്കാനോ പറ്റില്ല. ഇപ്പം ഇവിടെ കണ്ടതറിയാണ്ട് അപ്പുറ സൈഡിലേക്ക് മാറിയിരിക്കും. ഓരോ കുടികൾ മാറി ഇങ്ങനെ നിൽക്കുകയാണ്. കാടിറങ്ങുന്ന ആനകൾ കൃഷി നശിപ്പിക്കുന്നതും ഇവിടെ പതിവാണ്. പ്രദേശവാസിയായ കുമാരന്റെ കൃഷിയിടത്തിലുണ്ടായിരുന്ന 100 അടയ്ക്കാമരങ്ങളിൽ ഇപ്പോൾ അവശേഷിക്കുന്നത് 9 എണ്ണം മാത്രമാണ്. ബാക്കിയെല്ലാം ആന നശിപ്പിച്ചു. കഴിഞ്ഞ 18-ാം തീയതി മുതൽ ഈ കുടിക്കാവുന്ന ആന പൊട്ടില്ല. ഇന്ന് വെളുപ്പിലും ആന കയറി ഇതേ കാണിച്ചിട്ടാണ് മുഴുവൻ ഈ സാധനം. ഈ ഷെഡ് 2 പ്രാവശ്യം തകർത്ത് കളഞ്ഞാണ്. ഞാൻ ഈ വയ്യാണ്ട് രാത്രിയും പകലിനകത്ത് കഷ്ടപ്പെട്ടാണ് ഇത്രയും സാധനം ഉണ്ടായി. ഇനി എന്നെ കൊണ്ട് വയ്യ പണിയെടുക്കാൻ. ഒന്നെൻ്റെ ഡിസ്ക് കംപ്ലൈൻ്റ് ആയിട്ട് ഞാൻ സുഖമില്ലാണ്ടിരിക്കുന്ന മനുഷ്യനാണ്. ഞാൻ രാത്രിയും പകലും ഇതിനകത്ത് കിടന്ന് അധ്വാനിച്ച. ഇപ്പോൾ രാത്രി ഇതിനകത്തൊന്നും കിടക്കാൻ പറ്റില്ല എനിക്ക്. കാരണം സാധിക്കില്ല. കാരണം ജീവന കൊതിയില്ലേ. ഞങ്ങൾ 2 എണ്ണം തന്നെയാണ് വീട്ടിൽ താമസിക്കുന്നത്. അധികാരികളോട് പലതവണ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. റോഡരികെ 3 കിലോമീറ്റർ നീളത്തിൽ വൈദ്യുതി വേലി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇതിൽ വൈദ്യുതി പ്രവാഹമില്ലെന്നും നാട്ടുകാർ പറയുന്നു. ന്യൂസ് മലയാളം, കൊച്ചി.